നല്ല ചൂട് കുത്തരി ചോറിൽ എരിവുള്ള മാങ്ങ അച്ചാറും കട്ട തൈര് വെച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ തൈര് മാങ്ങ എന്തായാലും ഇഷ്ടപ്പെടും. ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയിൽ ഉപ്പ് തിരുമ്മി ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു ചീൻചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉണക്കമുളകും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും കായത്തിൻ്റെ പൊടിയും കടുക് പരിപ്പും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങയുടെ ആ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി. ഇനി ഇത് തൈര് മാങ്ങയാക്കാനായിട്ടോ വലിയ പുളിയില്ലാത്ത തൈര് മിക്സിയിലിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. അടിപൊളി രുചിയാണ്. പക്ഷേ ഇത് 3-4 ദിവസമൊക്കെ ആട്ടോ ഇരിക്കുള്ളൂ. നമ്മുടെ സദ്യക്ക് മാങ്ങയുടെ ചാറ് കൂട്ടാനായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ചട്ടിവടി പരിപാടി. ആ ചട്ടിയിലേക്ക് കുറച്ച് ചൂട് കുത്തിരി ചോറ്